നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്ന് വരുന്നത്. തമിഴ്നാട്ടിലെ കടലൂരിൽ സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച് 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കടലൂരിന് സമീപം ശെമ്പൻകുപ്പം എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ഇവിടെ ഒരു ആളില്ല ലെവൽ ക്രോസ് ആണ്. പലരും ഇവിടെ അപകടമാണ് എന്ന് അറിഞ്ഞിട്ടും ഇതുവഴി ചെറിയ വാഹനങ്ങളിലാണെങ്കിലും വലിയ വാഹനങ്ങളിലാണെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ക്രോസ് ചെയ്യുന്നത് പതിവാണെന്നുള്ള റിപ്പോർട്ടുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ സ്കൂൾ വാനുമായി പോകുമ്പോഴാണ് ദൂരെ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടിട്ടും സ്കൂൾ വാനിന്റെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. ഇതാണ് അപകടത്തിന് കാരണം. ചീറിപ്പാഞ്ഞെത്തിയ ട്രെയിൻ സ്കൂൾ വാനിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കുറച്ച് ദൂരത്തേക്ക് ഈ വാൻ തകർന്ന് അവിടേക്ക് വീഴുകയും ചെയ്തിരുന്നു. ഇതിനുള്ളിൽ എത്രത്തോളം കുട്ടികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും 3 കുട്ടികൾ മരിച്ചു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10 കുട്ടികളും ഡ്രൈവറും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. 10 കുട്ടികളോളം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിൽ കൂടുതൽ ഇനി മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആചാര്യ എന്ന് പറയുന്ന സ്വകാര്യ സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സ്വകാര്യ സ്കൂൾ സ്ഥിതി ചെയ്യുന്നതും ഒരു ഗ്രാമപ്രദേശത്തു കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടെ കടന്നു പോകുന്ന ഈ ഒരു ഭാഗത്ത് ലെവൽ ക്രോസ് ഇല്ലാത്തതും അവിടെ ആളുകളൊന്നും തന്നെയില്ല. സാധാരണ പോലെ അവിടെ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന പുല്ലും മറ്റും വളർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതുവഴി വാഹനം, ഒരുപക്ഷെ ഈ വാഹനം സ്ഥിരമായിട്ട് ഇതുവഴി പോകുന്നതാകാം. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. അത് ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും സ്ഥിരം ഈ വഴിയാണോ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. ഏതായാലും ട്രെയിൻ വരുന്നത് വാനിന്റെ ഡ്രൈവർ ദൂരെ നിന്ന് കണ്ടിരുന്നു, എന്നിട്ട് മുന്നോട്ട് എടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചിരിക്കുന്നത്. വാൻ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇതിൽ കൂടുതൽ ഉണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. 10 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. കടലൂരിലെ ആശുപത്രിയിലാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള വാർത്തയാണ്. രാവിലെ ഏറെ പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ ജീവനാണ് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ വാനിനുള്ളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വാൻ കുറച്ച് ദൂരത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ട്രെയിനിന്റെ വേഗതയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ. അതിൻ്റെ ഒരു ആഘാതത്തിൽ കൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇനി എത്ര പ്രായമുള്ള കുട്ടികളാണ് ഇത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കുട്ടികളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ് വാനിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. വരും മണിക്കൂറിൽ അത് വരും. ഏതായാലും ഏറെ പ്രതീക്ഷയോടെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ സ്കൂളിലേക്ക് ഭക്ഷണവും പുസ്തകങ്ങളൊക്കെ തന്നെയായിട്ട് പറഞ്ഞയച്ചതാണ്. പിന്നീട് കേൾക്കുന്നത് കുട്ടികളുടെ മരണ വാർത്തയാണ്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ള 10 കുട്ടികളും അതുപോലെ തന്നെ ഡ്രൈവറും ചികിത്സയിൽ തുടരുകയാണ്.